വളരെയേറെ ആഘോഷിക്കപ്പെട്ട ഒരു സംഘടനയാണ് മലയാള സിനിമയിലെ താരങ്ങളുടെ കൂട്ടായ്മയായ അമ്മ, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. ഒരു കാലത്ത് സിനിമാ പ്രേമികൾ സ്നേഹത്തോടെ ആരാധനയോടെ കണ്ടിരുന്ന ഒരു സംഘടന ഇന്ന് എല്ലാവരും വെറുക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. 2016-ലുണ്ടായ നടിക്കെതിരായ ആക്രമണത്തിന് പിന്നാലെയാണ് അമ്മ നാറി തുടങ്ങിയത്. ഇന്നത് ചീഞ്ഞു നാറി നിൽക്കുന്ന അവസ്ഥയിലാണ്. 2016-ലെ സംഭവത്തിന് പിന്നാലെ സംഘടന പല ഗ്രൂപ്പുകളായി മാറി, പിന്നെ ഗ്രൂപ്പ് കളികളായി, അധികാരത്തിനായുള്ള പിടിവലിയായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും അമ്മ എന്ന സംഘടനയെ പൊതുസമൂഹത്തിനു മുന്നിൽ കൂടുതൽ അപഹാസ്യമാക്കി. പരാതിക്കാരായവർ പുറത്താക്കപ്പെടുകയോ ഒറ്റപ്പെടുകയോ ചെയ്യുമ്പോൾ ആരോപണ വിധേയർ സ്വീകരിക്കപ്പെടുന്നതാണ് നാം കാണുന്നത്. വലിയ വിവാദങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വനിതാ നേതൃത്വം സംഘടനയ്ക്ക് വന്നു. പക്ഷേ ഒരു മാറ്റവുമില്ല. വനിതകൾ ഇപ്പോഴും ആക്രമിക്കപ്പെടുന്നതാണ് കാണുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സംഘടനയിലെ ചില അംഗങ്ങൾ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ കേട്ടാലറയ്ക്കുന്നവയാണ്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള നടി അൻസിബയുടെ രാജിയാണ് ഇപ്പോൾ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. താരങ്ങൾ തമ്മിൽ തെരുവിൽ തല്ലുന്ന കാഴ്ചയാണ് കാണുന്നത്. നടൻ ടിനി ടോമിനെതിരെയാണ് അൻസിബയുടെ ആരോപണങ്ങൾ. നടി നീന കുറുപ്പും ടിനിക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ടിനിക്ക് പിന്തുണയുമായി നടിമാരായ പ്രിയങ്കയും ലക്ഷ്മിപ്രിയയും വന്നതോടെ വീണ്ടും ചേരിതിരിഞ്ഞുള്ള പോരാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം അൻസിബ ആരോപണങ്ങൾ ഉന്നയിച്ച് സംശയമുന്നിൽ നിർത്തിയ സംഭവത്തിൽ വെളിപ്പെടുത്തൽ നടത്തുകയാണ് നടി ലക്ഷ്മിപ്രിയ. തനിക്കെതിരെ ഒരു എക്സിക്യൂട്ടീവ് അംഗം കള്ളക്കേസ് കൊടുത്ത് മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയെന്നായിരുന്നു അൻസിബയുടെ ആരോപണം. ആ വ്യക്തി താനാണെന്ന് തുറന്നു പറയുകയാണ് ലക്ഷ്മിപ്രിയ. എന്തായാലും നിലവിലെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പല മുതിർന്ന താരങ്ങളും ഉന്നയിക്കുന്നത്. വനിതകൾ തലപ്പത്ത് വന്നാൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവരെല്ലാം ഇപ്പോൾ നിരാശയിലാണ്. നടൻ ജോയ് മാത്യു, നടി പൊന്നമ്മ ബാബു, മാല പാർവതി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം മാറണമെന്ന ആവശ്യം ഉയർത്തിക്കഴിഞ്ഞു. എന്തായാലും ആക്ഷനും ഡ്രാമയും ത്രില്ലും സെക്സും കരച്ചിലും എല്ലാം നിറഞ്ഞ ഒരു പക്കാ മലയാള സിനിമ പോലെ ആയിരിക്കുകയാണ് അമ്മയിലെ കാര്യങ്ങളും.